ഗ്രൂപ്പിലോട് ചേർത്ത് നിർത്താവുന്ന രണ്ടുപേരാണ് അപ്സരയും അർജുനും. അങ്ങനെ 5 പേര് ആ ഗ്രൂപ്പിലുണ്ട്. നിലവിൽ ഭൂരിപക്ഷം മറുഭാഗത്താണ്, 10-12 പേര് മറുഭാഗത്തുണ്ട്. അപ്പോ തങ്ങളുടെ ഭാഗത്തേക്ക് ആളുകളെ പരമാവധി കൊണ്ടുവരാനുള്ള ഒരു പാഴ്ശ്രമമാണ് ഇപ്പോ നമ്മുടെ ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പും നടത്തിയിട്ടുണ്ട്. അതായത് ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ ആദ്യം പരമാവധി ആളുകളുടെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ടാണ് ജിൻഡോയെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ജിൻഡോയോടൊപ്പം നിന്നവരൊക്കെ പിന്നീട് മറുകണ്ഠം ചാടി. ആ ഒരു തന്ത്രം ഇവിടെ പയറ്റി നോക്കിയതാണ്. അത് പയറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു എന്ന് കാണിക്കണം. അപ്പോ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയ കുറച്ചുപേര് ആ പേരും പറഞ്ഞ് കൂടെ നിർത്താം. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊതുവെ എല്ലാവർക്കും പേടിയുമാണല്ലോ. അപ്പൊ ആ ഒരു തന്ത്രം പയറ്റിയപ്പോ സായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു കൊടുത്തു. അതായത് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ല, നിങ്ങളും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. ജാസ്മിൻ ഒറ്റയ്ക്കല്ല. ജാസ്മിൻ എങ്ങനെ കോർണർ ആവും? ജാസ്മിന്റെ കൂടെ എപ്പോഴും ഗബ്രിയുണ്ട്, റസ്മിനുണ്ട്, ഇപ്പൊ അപ്സരയും അർജുനും ഉണ്ട്. പിന്നെ ഇവരെങ്ങനെ ഒറ്റയ്ക്കാവും? ഈ ഒരു സാധനം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഇന്നലെ സായി ജാസ്മിനോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്.